ഹായ്, എന്താ പാട്? സുഖല്ലേ? പിന്നെ നമ്മളെ സുരേഷ് ഗോപിയുടെ മകനെ ഈ അടുത്ത് രണ്ടാമതൊരു പടത്തിൽ അഭിനയിച്ചു. ആര്? മാധവ് സുരേഷ്. അപ്പൊ ആദ്യത്തെ പടം മൊത്തത്തിൽ കൊള്ളൂല, അഭിനയം അറിയില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും കളിയാക്കിയിട്ടും ട്രോളിയിട്ടും രണ്ടാമത്തെ പടം ഏറെക്കുറെ അങ്ങനെ ആക്കിയിരിക്കണു. അങ്ങനെ കളിയാക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, വേറൊന്നുമല്ല. പിന്നെ ഈ കയ്യെത്തും ദൂരത്ത് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ആരത്? ഫഹദ് ഫാസിലിന്റെ. ഈ ഫഹദ് ഫാസിലിന്റെ ഫസ്റ്റ് പടം ഇറങ്ങിയ സമയത്ത് ഈ ഫഹദ് ഫാസില് അത്രയും നാണം കിട്ടുകണു. എന്തുകൊണ്ട്? അഭിനയം അറിയില്ല, നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടൂല, ഈ വേറെ വല്ല പണിക്കും പൈക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ആ മനുഷ്യനെ സമൂഹം തരം താഴ്ത്തി കളിയാക്കി. പ്രത്യേകിച്ച് മമ്മൂട്ടി വരെ വന്ന് അതിൽ അഭിനയിച്ചിരിക്കണം. അതിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. പടം വലിയ കുഴപ്പമൊന്നുമില്ല. അനിയത്തി പ്രാവ് എന്നുള്ള സിനിമയിലേക്ക് ഒരു ടച്ച് വന്നെങ്കിലും പടം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഫഹദ് ഫാസിലിന്റെ അതിലെ അഭിനയം കണ്ടിട്ട് അന്ന് അത്ര ആളുകൾ കളിയാക്കിയിരുന്നു. ഇന്ന് ഫഹദ് ഫാസിൽ നിൽക്കുന്നതോ മലയാള സിനിമയുടെ ഒരു നെടുന്തൂണന്നെ എന്ന് പറയാം, അല്ലെ? അത്രക്ക് വലിയ ഒരു നടനായി മാറി. ആ കയ്യെത്തും ദൂരത്ത് കണ്ട ആരെങ്കിലും വിചാരിച്ചിരുന്നോ രണ്ടാമതൊരു സിനിമ ഫഹദ് ഫാസിലിന്റെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവുന്നുള്ളത്? ഇല്ല. അപ്പോ അതിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അതുപോലെ തന്നെയാണ് ഈ മാധവ് സുരേഷും. ആദ്യ പടം ഇറങ്ങി, ശരിയാണ്, എനിക്ക് അഭിനയം അറിയില്ല, മറ്റേ അതിൽ ആകെ ഒന്നിനും കൊള്ളാത്ത ഒരു എന്താ പറയാ ക്യാരക്ടറുമായി അഭിനയ, എന്താ പറയാ, അതിലൊരു ഡയലോഗ് ഭയങ്കര ഫേമസ് അല്ലേ, ഞങ്ങൾ ഗുണ്ടകളല്ല, ഞങ്ങൾ അനാഥരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിച്ചു. അത് മുഴുവൻ ഏറി കയറി. അതിനുശേഷം കുറെ ഇന്റർവ്യൂ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞേക്ക് പറഞ്ഞു ഇന്ത്യതാ വീണ്ടും ഒരു പടം ഇറങ്ങുന്നുണ്ട്, മരണമാസ പടം എന്നൊക്കെ പറഞ്ഞു. ആദ്യ പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ്, ആർക്കും ഒരു ചില ആളുകൾക്ക്, അത്രയും കഴിവില്ല ആളുകൾക്ക് മാത്രമേ ആദ്യ പടത്തിലൊക്കെ അത്രയും പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുള്ളൂ. അതെല്ലാവർക്കും കഴിയൂല. അതേമാതിരി തന്നെയാണ് ഈ മാധവ് സുരേഷും. പക്ഷെ അവന്റെ രണ്ടാമത്തെ പടം ഇറങ്ങിയില്ലേ, അതിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. അതാണ് എന്നെ അതിശയപ്പെടുത്തിയത്. ഓനെ കൊണ്ട് ഇത് എന്തായാലും കൂട്ടിയാ കൂടൂല എന്നുള്ളത് മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞത്. ആദ്യം ഫഹദ് ഫാസിലിനെ കളിയാക്കി, രണ്ടാമത് നെട്ടിച്ചും കൊണ്ടൊരു വരവ് വന്നു. ആദ്യം മാധവ് സുരേഷിനെ കളിയാക്കി, രണ്ടാമത് നെട്ടിച്ചും കൊണ്ട് വന്നു. എന്ത്? ആദ്യത്തേനേക്കാ മോശമായിട്ട്. ഈ ചങ്ങായി എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? ഇതാ കേട്ടോ. എന്റെ കരിയർ നന്നാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ഇജ് മാത്രമേ ആഗ്രഹിക്കണുള്ളൂ. അന്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരാളും ആഗ്രഹിക്കണില്ല. അതിനാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇജ് ബാക്കി പറ. അതേപോലെ ഞാൻ പരിശ്രമിക്കും ഒരു ആക്ടറായിട്ട് ബെറ്റർ ആവാനും. അഗൈൻ ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട്, മീഡിയയിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊളിറ്റിക്കലി എന്ത് ചോദ്യം ചോദിക്കരുത്, എനിക്ക് വെറുതെ തെറി കേൾക്കും. പക്ഷെ ഞാനിപ്പോ ന്യൂട്രലായിട്ടാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എന്റെ സത്യസന്ധമായ അഭിപ്രായമാണ്. ഐ ആം ന്യൂട്രൽ. പക്ഷെ എനിക്ക് ന്യൂട്രലായിട്ട് പറയുന്നത് പോലും അതിനെയും തെറി വിളിക്കാൻ ആൾക്കാരുണ്ട്. ഈ ആൾക്കാര് എനിക്ക് ഒരു ജനറൽ, നമ്മുടെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെയാണ് ഞാൻ ഹെയ്റ്റ് ക്യാമ്പയിനിങ് എന്ന് പറഞ്ഞത്. ഒരു ന്യൂട്രലി പറയുന്ന അഭിപ്രായത്തിനെ വളച്ചൊടിക്കാൻ പറ്റണമെങ്കിൽ അത് ഹെയ്റ്റ് ക്യാമ്പയിനിങ് തന്നെയാണ്. അതെനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നത്. ഇഗ്നോർ ചെയ്യണ്ട. കാരണം എന്താ അറിയോ, ഈ നൂറ്റാണ്ടിലും ഈ 2026 വന്നിട്ട് അന്റെ തന്തപ്പൊടിയാണ് പറയണത്. എന്ത്? വലിയ കുലത്തിൽ ജനിക്കണം, ഇനി അടുത്ത ജന്മത്തിൽ ആദ്യം ആരാ ബ്രാഹ്മണനാകണം, പിന്നെ വേറെ ഏതാ മറ്റേ നമ്പൂരി ആകണം എന്നൊക്കെ പറഞ്ഞത് അനക്ക് വിശ്വസിക്കാൻ പറ്റുവെച്ചെങ്കിൽ ഇതും വിശ്വസിച്ചേ പറ്റുള്ളൂ. നിങ്ങളൊക്കെ വലിയ തമ്പുരാൻ കുടുംബക്കാരല്ലേ. നിങ്ങൾ എന്ത് ചെയ്താലും നമ്മളെ അംഗീകരിച്ച് തരണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലും നിലപാടിലും നിൽക്കുന്ന ആളുകളല്ലേ. അതൊക്കെ എന്തോ ആയിക്കോട്ടെ. എന്നാ ജി സ്ക്രീനിൽ വന്ന് അഭിനയിച്ചതെങ്കിലും ഒരു മര്യാദക്കോ അല്ലെങ്കിൽ ഒരു നേരങ്ങത്തിലോ ഇതെന്തിൻ്റെയൊക്കെ സീരിയലാ തോന്നുമ്പോഴൊക്കെ സിനിമയുടെ ഓരോ മറ്റേ എന്താ പറയാ ചെറിയ കട്ട് പീസുകൾ കണ്ട മനോരമ ഇറക്കിയ സീരിയലാ തോന്നുന്നു. എന്നിട്ട് അത് കാണാൻ നമ്മൾ പോയില്ല എന്നുള്ളതാ പോന്റെ പരാതി. അതിനോ പറയുന്നത് ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സംഗതി ഉണ്ട്. അത് കാരണമാണ് ഇന്റെ പടം പൊട്ടിയത്. ആകെ 4 ദിവസം പോലും തിയേറ്ററിൽ ആ സാധനം നിന്നിട്ടില്ല. ഇതൊന്നും അല്ല, വേറെ സാധനം കൂടിയും കാണിച്ചാലാ. അങ്കമട്ടഹാസം എന്ന സിനിമ മെയ് 8 തിയേറ്ററുകളിലേക്ക് എത്തിയതാണ്. 5 ദിവസം കഴിഞ്ഞിട്ട് എന്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആ സിനിമ പിൻവലിക്കുകയാണ് ചെയ്തത്. ഈ റിവ്യൂവേഴ്സിൽ പ്രത്യേകിച്ച് ഈ അശ്വന്തിന്റെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഭയങ്കരമായ നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത്. ആ നെഗറ്റീവ് എന്ന് പറയുന്ന ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വെയർ there was abuse. He takes money to do reviews എന്നൊക്കെ ഉള്ളത്. It's a criminal offense. സ്വന്തം കാശ് ഇറക്കിയ ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. I collectively think no party is going to save our country or our state. Only good individuals with a strong backbone can. എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായത്തിൽ അതേപോലെ ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു നല്ല മുഖ്യമന്ത്രിയാണ്. ഒരു ക്രൗഡിലോട്ട് പോകുമ്പോൾ എന്ത്
ഒരു പോസിറ്റീവ് ആയിട്ടാണ് അദ്ദേഹം എല്ലാവരുമായിട്ട് ഇന്ററാക്ട് So you support VD Sudesh as ചെയ്യുന്നത്. സംഭവം എന്താ മനസ്സിലായി ഞങ്ങൾക്ക്? ഈ അശ്വന്ത് ഗോക്കല്ലേ, പുള്ളിക്കാരൻ നെഗറ്റീവ് പറഞ്ഞതിന്റെ പേരിലാണ് ആ പടം തിയേറ്ററിൽ നിന്ന് എടുത്തു പോയത്. കാരണം അത്രയും ഫോളോവേഴ്സുള്ള ഒരാളാണ് നെഗറ്റീവ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് കാണാൻ പ്രത്യേകിച്ച് ആളുകൾ ഉണ്ടായില്ല. 1 ലക്ഷം രൂപ എന്നോട് ചോദിച്ചു, പക്ഷെ ഞാൻ കൊടുത്തില്ല എന്നാണ് പ്രൊഡ്യൂസർ പറഞ്ഞത്. 1 ലക്ഷം കൊടുത്തോ കൊടുത്തില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് നല്ലൊരു നായകനെ വെച്ചിട്ട് നല്ലൊരു കഥ എഴുതിയിട്ട് ഒരു പടം എടുത്ത് നോക്കാം. അശ്വന്ത് കൊക്ക എന്നല്ല, ഇനിയിപ്പോൾ ഒറിജിനൽ കൊക്ക് വന്നാലും ശരി എൻ്റെ പടം വിജയിക്കും. ഇത് എന്തുകൊണ്ടാണ് ഈ പടം പൊട്ടിയെന്നുള്ളത് ഈ പൊട്ടന്മാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവര് വിചാരിക്കണേ ഇത് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടാണ് ഇത് പൊട്ടിയെന്നുള്ളത്. അപ്പോഴും ഇവരെ കൈവില്ലായ്മ കുറിച്ചിട്ട് ഓൽക്കൊരു വിവരമല്ല. ഒരു പറയുന്നത് ആ 1 ലക്ഷം ഉറുപ്പിക കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പടം കേരളത്തിൽ വമ്പ ഹിറ്റായിരുന്നു. ഈ അശ്വന്ത് ഗോക്കിന് 1 ലക്ഷം കൊടുത്തിട്ട് നല്ലത് പറയിപ്പിച്ച പിന്നെ ഈ പടം വമ്പ കേരളത്തിൽ ഹിറ്റും ആയിരുന്നു. അതുപോലെ തന്നെ അടുത്ത സൂപ്പർ സ്റ്റാറാണ് ഇപ്പം കേൾക്കണങ്ങള്. സംഭവിച്ച് പൃഥ്വിരാജല്ല കളിയാ കളിച്ചതെന്ന് അറിയാം. പക്ഷെ പൊന്നാന ചങ്ങായി എന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂലട്ടോ. ഒരു തരി അഭിനയം എനക്ക് അറിയിച്ചെങ്കിൽ അല്ലെങ്കിൽ ഒരു തരി കഴിവ് എനക്കുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ഞാൻ മോശം പറയില്ല. പക്ഷെ എന്താന്ന് ചോദിച്ചാൽ എൻ്റെ പ്രശ്നം 2 ഒന്നല്ല. 1 എൻ്റെ തന്ത അങ്ങേരായത്, 2 അനക്ക് ഈ അഭിനയം എന്ന് പറഞ്ഞ പണി ശരിയാവൂല. അനക്ക് ഇജ്ജ് മുമ്പ് എന്താ ചെയ്തിരുന്നേ ആ പണിയായിട്ട് മുന്നോട്ട് പോവുക നല്ലത്. പിന്നെ അശ്വന്തിനെ പറഞ്ഞതിന് അശ്വന്തനെ മറുപടി കൊടുത്തുക്കണം. കേൾക്കണം നമുക്ക്? ഇതാ കാണിച്ചത് 1 ലക്ഷം രൂപയോ നിന്റെ തീട്ടപ്പടത്തിന്? 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പടമാണോ? തീട്ടപ്പടം ഓൺ റെക്കോർഡും പറയാം. ഇതെല്ലാം കണ്ടു തീർത്ത അവസ്ഥ എനിക്കറിയാം, ഉണ്ണിക്കറിയാം, ഇത് കണ്ട തിരുവനന്തപുരം അറിയാം. പൈസ എടാ, എനിക്ക് എത്ര പൈസ ആവശ്യമില്ലടോ ജീവിക്കാൻ. പക്ഷേ താടിക്കാരാ നിന്റെ പറയുന്നേ, നീ പറഞ്ഞ് 1 ലക്ഷം രൂപ ഞാൻ നിന്റെ പട്ടി മരപ്പട്ടി നിന്റെ അടുത്ത് 1 ലക്ഷം രൂപ ചോദിക്കാൻ മാത്രം തെണ്ടിയടാ ഞാൻ. അത്രയ്ക്ക് അതപ്പസ്യമാണ് നിന്റെ 1 ലക്ഷം. പോടാ പോടാ. 1 ലക്ഷം ഉലുവ 1 ലക്ഷം നിന്നോട് ചോദിച്ചു. നീ ഒരു 10 ലക്ഷം 15 ലക്ഷം പറഞ്ഞാല് ആണോ പൈസ വാങ്ങിയത്? കാണിക്കടാ. കേരള പോലീസ് എന്ന ഉമ്മന്നൊക്കെ എന്നെ ACP ക്വസ്റ്റ്യൻ ചെയ്തോടാ. എടാ നിന്റെ സിനിമ എന്ത് സിനിമയാടാ? ഇതിലും വലിയ സിനിമാക്കാരോടെ സിനിമ ഇറക്കിയിട്ടുണ്ട്, മനസ്സിലായോ? പിന്നെ കുറച്ചാൾക്കൊരു വിചാരമുണ്ട്, കേട്ടില്ലേ? ഇതായിരുന്നു അതിനുള്ള മറുപടി. നല്ല മരണമാസമായിട്ട് കൊടുത്തുക്കണം, അണ്ണാക്ക് തന്നെ കൊടുത്തുക്കണം. ഇവന്റെ പേരും പറഞ്ഞിട്ട് ആ പടം പൊട്ടിയത് അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ഇവല്. അല്ലാതെ ഇവലെ കഴിവുകളിനെ കുറിച്ചിട്ട് ഒരു ധാരണയും ഇവർക്ക് തന്നെ അല്ല. ഇനി വേറെ സംഗതി കൂടി ഉണ്ട്, കാണിച്ചുതരാം. എന്റെ സ്വന്തം സിനിമ കുമ്മാട്ടിക്കളിയിൽ പോയി ഇരുന്ന് കണ്ട് എന്റെ സമയം വേസ്റ്റ് ആയെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. വെരി ഓണസ്റ്റ്ലി JSK അല്ല, ടോക്കിംഗ് അബൌട്ട് കുമ്മാട്ടിക്കളി ഇറ്റ്സെൽഫ്. കാര്യം മതി. എന്തായാലും ഏറെക്കുറെ ഓനിക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചത് അതിന്റെ മുമ്പ് ഉള്ള ഒരു വീഡിയോ അല്ലേ. എന്ത് ഓന്റെ സിനിമ കണ്ടിട്ട് ഓനിക്ക് തന്നെ ടൈം വേസ്റ്റ് ആയി എന്നുള്ള ചിന്താഗതിക്കാരനായിരുന്നു എന്നുള്ളത്. എന്നിട്ട് ഇപ്പോൾ രണ്ടാമത് ഇറക്കിയ സിനിമയാണ് ഈ മരണമാസ് പടം. അതിപ്പോ ഈ മറ്റേ അശ്വന്ത് കാരണം അതും പോയിന്ന്. പിന്നെ ഓൻ പറയുന്നത് ഓന്റെ അച്ഛന്റെ രാഷ്ട്രീയം കാരണമാണ് നെഗറ്റീവ് പലരും പറയുന്നതെന്നുള്ളത്. ഇവന്റെ അച്ഛൻ നടന്ന് പറയുന്നുണ്ട്, എന്ത് ബീഫ് കഴിക്കരുത്, ബീഫ് അമ്മയാണ്, ആട് ഇളയമ്മയാണ്, മറ്റേത് എന്താ വലിയച്ഛനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാ ഇവൻ 24 മണിക്കൂറും ബീഫ് കഴിച്ചും കൊണ്ടാന്ന് ഓൻ തന്നെ പറയുന്നു. ആദ്യം സ്വന്തം പേരെ നന്നാക്കാതെ ഇവനൊക്കെ നാട്ടുകാരും കൊണ്ട് തമ്പ്രാങ്കളി കളിച്ച് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നു മോനെ അന്റെ പടം എന്നല്ല അന്റെ ജീവിതം തന്നെ വിജയിക്കൂല, മനസ്സിലായോ? അല്ലാതെ അതിന് നാട്ടുകാരത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. സ്വന്തം കഴിവില്ലായ്മ തിരിച്ചറിയലാണ് ഏറ്റവും വലിയ ബെറ്റർ. ഒരു സംഖ്യ ആയിട്ടൊക്കെ കേരളത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ പാടാ. കാരണം എന്താ അറിയോ, സംഖ്യകളെന്നും മനുഷ്യരിൽ കൂട്ടിയിട്ടില്ല, ആരും കൂട്ടിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവന്റെ പെങ്ങൾ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ആങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഉപദേശം, ഒന്ന് കേട്ടോക്കോ. മാധവ് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് അവനെ കളിയാക്കാൻ വലിയ ഇഷ്ടമാണെന്ന് അറിയാം. എന്നാലും ഒത്തിരി പേരുടെ ഹാർഡ് വർക്കാണ് ഒരു സിനിമ ഇറങ്ങുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് കാണാതെ ഇരിക്കരുത്. എല്ലാവരും പറ്റുമെങ്കിൽ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക. എനിക്ക് പടം ഒത്തിരി ഇഷ്ടപ്പെട്ടു, മാധവന്റെ പെർഫോമൻസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മാഡത്തിന്റെ സിംപ്ലിസിറ്റിയുടെ രഹസ്യം എന്താ? മാഡത്തിന്റെ സിമ്പിൾ സിറ്റിയുടെ രഹസ്യം അതിന്റെ അടിയിൽ കൂടെ ആരപ്പാ ചില ആളുകളുണ്ട്, എന്തിന്റെ ഇതിനെത്ര വില, അതിനെത്ര വില, എന്താ നിങ്ങളെ മറ്റേ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം
എന്നിട്ട് ഇത് ഊക്കാന്ന് പോലും അറിയാതെ അതിന് മറുപടിയും പറയും. അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞു വന്നാൽ അതല്ല. അപ്പോൾ പറഞ്ഞത് എന്താ അറിയോ, അത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ പടം ഇങ്ങനെ ആയത്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. 37 പറ്റിയിരിക്കണം. അപ്പൊ നിങ്ങളും തിയേറ്ററിൽ തന്നെ പോയി കാണുകയെന്ന്. അതിന് തിയേറ്ററുകാരെ എടുത്ത് കളഞ്ഞിക്കണു, അതറിഞ്ഞിക്കണോ? ഇത് എൻ്റെ മാതിരി ഇപ്പം ഇത് വന്നേക്കണം വണ്ടി പായാൻ പറ്റൂലല്ലോ. 4 ദിവസം തേച്ച് നിൽക്കുമെന്ന് അറിയണ്ടേ. അത് നിന്നിട്ടില്ല, ആളില്ലാത്തതുകൊണ്ട് പടമൊക്കെ തിയേറ്ററുകാരെ ഒഴിവാക്കിക്കണു. ഇനിയിപ്പോൾ തിയേറ്ററിൽ പോയി കാണൽ കിടക്കൂലല്ലോ. ഈ തിയേറ്ററിൽ പോയി കാണാൻ തന്നെയാണ് മലയാളികൾക്കൊക്കെ ഇഷ്ടം. പക്ഷെ എന്താ കുഴപ്പമെന്നറിയോ, എൻ്റെ ആങ്ങളെ തകർത്ത് അഭിനയിച്ചു. അതിലുപരി അജാതി കഥയും. ഇതൊക്കെ പടം കണ്ടപ്പോഴേ 4 ദിവസം നിന്ന് തന്നെ ഭാഗ്യാണ്. എന്നാ ശരി, പോട്ടെ, അടുത്ത പടത്തിൽ കാണാം.